ഇന്ന് നിങ്ങൾ അത്ഭുതങ്ങൾ ഇല്ല എന്ന് പറയുന്നു, നാളെ നിങ്ങൾ ദൈവമില്ല എന്ന് പറയുമോ? ദൈവമില്ല എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമാണോ? ദ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ്. തെളിവില്ല എന്നതാണ് ഇല്ല എന്നതിന്റെ തെളിവ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അന്ധവിശ്വാസമാണ് ദൈവവിശ്വാസം. ഞങ്ങൾ ഈ അഭിപ്രായക്കാരാണ്. താങ്കൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൽ. കോടിക്കണക്കിന് ദൈവങ്ങൾ ഹിന്ദുക്കൾക്കുണ്ടെന്ന് പറയപ്പെടുന്നു. അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഇല്ല. അള്ളാഹുവിലും യഹോവയിലും ബുദ്ധനിലും ഒന്നും ഇല്ല. അപ്പോൾ നാം തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതെങ്ങനെയാ? നിങ്ങൾ നിരീശ്വരവാദികളല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാണ് നാം തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തത്. നിങ്ങൾ മറ്റെല്ലാ ദൈവങ്ങളെയും തള്ളിക്കളഞ്ഞ് ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെ കൂടി ഞങ്ങൾ തള്ളിക്കളയുന്നു. ഞങ്ങൾ 100%, നിങ്ങൾ 99%. അത്രയേ ഉള്ളൂ. ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നതിനു വേണ്ടി സാധ്യതയുള്ള എല്ലാ ദൈവങ്ങളെയും നിങ്ങൾ തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. റഷ്യയിൽ ആത്മാവിന്റെ ഫോട്ടോ എടുത്തായി കേൾക്കുന്നുണ്ടല്ലോ. ഈ 10 ലക്ഷം രൂപ റഷ്യക്കാര് കൊണ്ടുപോകുമോ? കിർലിയൻ ഫോട്ടോഗ്രാഫി, അത് 50 വർഷം മുമ്പുള്ള തട്ടിപ്പല്ലേ? അത് അക്കാലത്ത് തന്നെ ശാസ്ത്രം പൊളിച്ചു. ആത്മാവ് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ കിർലിയൻ ഫോട്ടോഗ്രാഫിയുടെ ആവശ്യമില്ല. ആത്മാവ് കുമിള രൂപത്തിലാണ്. മനസ്സിലായില്ലേ? നാം ഒരു ജീവിയെ വെള്ളത്തിൽ മുക്കിപ്പിടിക്കാം. ആത്മാവ് മുകളിലോട്ട് ബ്ലും കുമിള രൂപത്തിൽ പോകുന്നത് കാണാം. ചിലർ മതങ്ങളെയും ദൈവങ്ങളെയും വെച്ച് തട്ടിപ്പ് നടത്തുന്നുണ്ടാവാം. ധാർമ്മികതയും നിയമങ്ങളും മതമല്ലേ കൊണ്ടുവന്നത്? പാപബോധമില്ലെങ്കിൽ നാട്ടിൽ അക്രമം പെരുകില്ലേ? മതം മനുഷ്യനെ പഠിപ്പിച്ച ധാർമ്മികതയുടെ പേരാണ് കൈക്കൂലി. വഴിപാട് കൊടുക്കുന്നതിനനുസരിച്ചാണ് മതദൈവത്തിന്റെ അനുഗ്രഹം. അങ്ങനെ സർവശക്തനെ പിടിച്ച് മതം കൈക്കൂലിക്കാരനാക്കി. ഒരു ജനതയുടെ ദൈവം തന്നെ കൈക്കൂലിക്കാരനാ, പിന്നിലെ രാഷ്ട്രീയക്കാരനും ഉദ്യോഗസ്ഥനും. നിങ്ങളുടെ ഈ സംരംഭത്തിന് ബുദ്ധിജീവികളെയും രാഷ്ട്രീയ പാർട്ടികളെയും പിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അവര് പിച്ച തന്നില്ലെങ്കിലും പട്ടിയെ വിട്ട് കടുപ്പിക്കായിരുന്നാ മതി. നമ്മുടെ നാട്ടിലെ സാമ്പ്രദായിക ബുദ്ധിജീവികൾ ആജീവനാന്തം നിഷ്പക്ഷരായിരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഭൂമി ഉരുണ്ടതാണെന്നും മല പരന്നതാണെന്നും രണ്ടു കൂട്ടർ വാദിച്ചാൽ ബുദ്ധിജീവി പറയും ഭൂമി ഇഡ്ലി പോലെയാണെന്ന്. അതാണ് നിഷ്പക്ഷത. തമ്മിൽ ഭേദം രാഷ്ട്രീയക്കാരാ. കുഴപ്പം മതപ്രീണന. 10 വോട്ട് പറഞ്ഞോടത്ത് ചെയ്യിപ്പിക്കാൻ പറ്റണ മതായാ മതി. രാഷ്ട്രീയക്കാർ പ്രീണിപ്പിക്കും. വോട്ടിങ്ങനെ ബാങ്കിലിട്ട് വെച്ചിരിക്കല്ലേ, ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞ്. മതങ്ങളെയും രാഷ്ട്രീയക്കാരെയും തള്ളിക്കളയുന്ന നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബദൽ മുന്നോട്ട് വെക്കാനുണ്ടോ? തീർച്ചയായും ഉണ്ട്. മനസ്സമാധാനത്തിനു വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്ന ലക്ഷങ്ങളുണ്ട്. തനിക്ക് മതവിശ്വാസമില്ലാന്ന് പരസ്യമായി പറയാത്തവരും ഒരുപാടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ജാതിക്കും മതത്തിനുമല്ലാതെ മനുഷ്യനെ മാനദണ്ഡമാക്കുന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റം ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നു. മതവും ജാതിയൊന്നുമല്ല, മനുഷ്യത്വം. അതാണ് പ്രധാനം. മതങ്ങൾ മനുഷ്യനെ മതിൽ കെട്ടി വേർതിരിച്ചു. ആ മതില് നമ്മളൊരിക്കൽ പൊളിച്ചതാ. ഇപ്പോ ആ മതില് ചിലര് ചേർന്ന് പിന്നെയും പണിയുന്നുണ്ട്. അത് ഉയരണേന് മുമ്പ് പൊളിക്കണം. അതാണ് ലക്ഷ്യം.